ദില്ലിയിലേക്ക് എത്താനായി കേട്ടോ. നമ്മൾ ദില്ലി എത്തിയില്ല, നമ്മൾ ആഗ്ര എത്തുന്നു. നല്ല മഴ മെയ് മാസത്തിൽ. ഇന്ന് മെയ് 2 കേട്ടോ. സാധാരണ മെയ് മാസത്തിലൊക്കെ ഡൽഹി ആഗ്ര എന്നൊക്കെ പറഞ്ഞാൽ ചൂട് കാരണം കാലുകുത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ച് ഡൽഹി കറങ്ങാതെ നേരെ നൈനിതാലിൽ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് മഴ ആണെങ്കിൽ ഇന്ന് ഡൽഹി സ്റ്റേ ചെയ്യേണ്ടി വരും. ഡൽഹി സ്റ്റേ ആയിട്ട് പറ്റുമെങ്കിൽ ഇന്ന് മഴയില്ലെങ്കിൽ ഡൽഹി ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം. നല്ല മഴ കാണും. അങ്ങനെ 12 മണിയാകത്തേക്ക് നമ്മൾ ഡൽഹി എത്തിയായിരുന്നു. ഡൽഹി വന്ന് കുളിച്ച് റൂം എടുത്ത് കുളിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ വന്ന സ്ഥലമാണ് ഹുമയൂൺ ടോംബ്. ഭക്ഷണം കഴിച്ചു. ഇനി നേരെ ഹുമയൂൺ ടോംബ് കാണാൻ വേണ്ടി പോട്ടോ. ഹുമയൂണിൻ്റെ ടോംബ് ഭക്ഷണം കഴിക്കാൻ മുമ്പ് കയറാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ രാവിലെ മുതലൊന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം കഴിച്ചിട്ടൊന്ന് കണ്ടു കയറാമെന്ന് വെച്ചു. ആദ്യം വീഡിയോ എടുത്തപ്പോൾ അവിടെ 30 രൂപ കണ്ട് ക്യാമറയ്ക്ക് പൈസ ഉണ്ടല്ലോ. ഏതായാലും ഹുമയൂണിൻ്റെ ടോംബ് നമുക്കൊന്ന് കയറി കാണാം. ഗോപ്രോ ക്യാമറയാണ്. ഗോപ്രോ ക്യാമറയ്ക്ക് 25 രൂപ. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ കയറി കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആരുമില്ല കേട്ടോ. ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ കിടന്ന് പാർക്ക് കളിക്കുന്നുണ്ട്. ഇവിടെയാണ് ഹുമയൂൺ ടോംബ്. നമ്മുടെ മുഗൾ രാജവംശത്തിലെ രാജാവായിരുന്ന ഹുമയൂണിൻ്റെ ടോംബാണ്. മോളേഴ്സൊക്കെ പെയിൻ്റൊക്കെ പോയി, മാർബിളൊക്കെ പോയി കേട്ടോ. എൻട്രൻസ് കാര്യം നല്ല രസമുണ്ട്. നല്ല ചെടിയൊക്കെ വെച്ചിട്ട്. ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആരും ഒന്നുമില്ല. ഒരു സെക്യൂരിറ്റി മാത്രം അവിടെ ഇരിപ്പുണ്ട്. ഹുമയൂണിൻ്റെ ടോംബ് കാണാൻ വേണ്ടി ആരും വരുന്നതാണല്ലേ. യുനെസ്കോയുടെയൊക്കെ പൈതൃക പട്ടികയിലുള്ളതാണ്. ഇവിടുന്ന് കാണുമ്പം നല്ലൊരു ലുക്കാണ്. ഒരു ഈവനിങ് ഫോട്ടോ സെഷനൊക്കെ നല്ല സൂപ്പറായിരിക്കും. LED ലൈറ്റ് കേട്ടോ. LED രാത്രി നല്ല രസമായിരിക്കും. അതുകൊണ്ടായിരിക്കും LED ലൈറ്റ് ഇങ്ങനെ ഓരോന്നിനുള്ളിൽ LED ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചുറ്റിനും. इसका अंदर से कहाँ से जाएगा? इधर से भी घूम के जा सकते हैं, इधर से भी. ठीक है. നല്ല വെയിലാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് കാണണമെങ്കിൽ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. ഈ പാർക്കിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹുമയൂൺ ടോംബ് ദൂരെ നിന്ന് കാണാം. ഒരു ടോംബ് അല്ലേ, ഹുമയൂൺ ടോംബ്. 500 വർഷമായെങ്കിൽ ഇതിൻ്റെ കുറേ മാർബിൾസൊക്കെ പോയി കേട്ടോ. കുഴപ്പമില്ല കാണാൻ. എനിക്കൊന്നും നട്ടുച്ചയാണ്ടാന്ന് തോന്നുന്നു ആരും വരാത്തത്. പകൽ സമയങ്ങളൊക്കെ വെയിലത്ത് ആര് വരാനാണ്. വൈകുന്നേരങ്ങളൊക്കെ പിന്നെ ആ ഡൽഹിയിലെ ഹുമയൂൺ ടോംബിനെക്കാട്ടും നല്ല ഇന്ത്യ ഗേറ്റൊക്കെ വെള്ളപ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെയല്ലേ പോവുള്ളൂ. പിന്നെ ചരിത്രം അന്വേഷിച്ച് വരുന്ന കുറച്ച് പേരൊക്കെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്നവരെ കാണാൻ വേണ്ടി വരുന്നവരൊക്കെ നമ്മളെ പോലെ ഇങ്ങനെ വരുന്നതായിരിക്കാം. ഇവിടെയാണ് നമുക്ക് മോളോട്ട് കയറി പോകുന്ന ഗേറ്റ്. ഇവിടുന്ന് 2 സൈഡ് കൂടെ കയറാൻ ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. കയറി മോളിൽ കയറി പോകാം. മോളിൽ കയറി പോകണമെങ്കിൽ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ചാടി താഴെ എത്തി. ഇതാണ് ഹുമയൂൺ ടോംബ്. ഇതിനുള്ളിൽ കൂടെ നമുക്കൊന്ന് കയറി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ കയറാമെന്ന് വെച്ചിട്ട് സെക്യൂരിറ്റി ഒന്നുമില്ല കേട്ടോ. എൻ്റെ കൂടെ വന്നിട്ടൊരു സാറുണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഹുമയൂൺ ടോംബ്. ഹുമയൂണെ അടക്കിയേക്കുന്ന സ്ഥലം. മോളൂസൊക്കെ മാർബിളെ കൊത്തിയെടുത്ത് പണിതിട്ടുണ്ട്. നല്ല രസമുണ്ട് ഡിസൈനില്ല കാണാൻ. ഓക്കെ, നമ്മളിത് നോക്കുമ്പോൾ 4 സൈഡിൽ
ഇതേപോലെ ഗ്രില്ലുണ്ട്. ഇവിടുന്ന് ഗ്രില്ല്, അവിടുന്ന് ഗ്രില്ല്, 2 സൈഡിൽ നിന്ന് ഗ്രില്ല്, 4 സൈഡിൽ നിന്ന് ഗ്രില്ല്. ആ ഗ്രില്ല് വന്ന് കയറുന്ന നടുക്ക് അടക്കിയേക്കുന്നത് മാർബിൾ വെച്ച്. നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഹുമയൂൺ ടോം എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണ് തോന്നും കേട്ടോ. പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതുപോലെ മാർബിളിൽ കൊത്തിയെടുത്തൊരു ബിൽഡിങ് നടുക്ക് ഹുമയൂൺ അടുക്കിയേക്കുന്ന സ്ഥലം. മാത്രമേ ഉള്ളൂ ഈ ഹുമയൂൺ ടോം. അപ്പോൾ അവിടെയൊക്കെ കുറേ പ്രാവുകൾ വന്ന് കൂട് വിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പഴയ ബിൽഡിങ്ങുകളൊക്കെ പ്രാവുകളാണല്ലോ ഇപ്പോൾ കൂട് വിട്ടാറുള്ളത്. ഇവിടെ നിന്ന് അടിച്ചു വരട്ടെ ക്ലീൻ ഒന്നുമില്ല കേട്ടോ. മൊത്തം ചെളിയും കേട്ട് കിടക്കുവാണ്. ഇവിടെ ആൾക്കാർ വരാറുണ്ടോയെന്ന് പോലും അറിയാൻ പറ്റില്ല. പിന്നെ മൊത്തം പ്രാവിൻ്റെ തീറ്റവും ഒക്കെ ആയിട്ട്. ഇതിൽ മുകളിലേക്ക് കയറാനുള്ള ഇതുണ്ട്, പക്ഷേ എല്ലാം ഗേറ്റ് പൂട്ടിട്ടേക്കുവാണ്. ഇവിടുന്നുണ്ട് 2 സൈഡിൽ നമുക്ക് മുകളിൽ കയറാനുള്ളൊരിതുണ്ട്, പക്ഷേ മുകളിലേക്ക് അലൗഡ് അല്ല എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ തോന്നിയത് ഗേറ്റിൽ പൂട്ടിട്ടേക്കുവാണ്. നല്ല വെയിലാണ്. തൊപ്പിയും കണ്ണാടിയും നിൽക്കാതെ ഇങ്ങനെ ഇറങ്ങിയതാണ്. രാവിലത്തെ മഴ കണ്ടപ്പോൾ മഴ പോയിട്ട് ഇപ്പോൾ ഒടുക്കത്തെ വെയിലായി. വലിയൊരു പലകയും കൊണ്ടുള്ള ഒരു വാതിലല്ലേ, അത് തുറന്ന് കയറുന്നത് ഹുമയൂൺ ടോംബിലേക്ക്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയൊരു വീട് പോലെ അല്ലേ. നടുക്ക് വലിയൊരു ആനവാതിൽ. എന്നാലും സംഭവങ്ങളൊക്കെ കേട്ടോ. 500 വർഷം മുമ്പ് 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങുകളൊക്കെ ഇന്നും ഇങ്ങനെ വിൽക്കാന്നൊക്കെ പറയുമ്പോൾ ഒരു അതിശയമാണ്. അതാ കല്ല് ഭാഗിയേക്കുവാണ്. മുകളിലുള്ള കട്ടയിൽ ഇടിഞ്ഞു വീറായിരിക്കുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെ വീഴാൻ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന ബിൽഡിങ് അല്ലല്ലോ അല്ലേ, പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ ഒന്ന് താഴെ എങ്ങനെ വീഴാനാണ്. എന്നാലും അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. ഈ ഹുമയൂൺ ടോംബിൽ ഇങ്ങനെ അധികം കാണാനൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാണാൻ. ഇവിടെ ഇങ്ങനെ അതിൽ നിന്നിട്ട് കാര്യമില്ല നമുക്ക്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി ജന്തർ മന്ദിറിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. തൊട്ടപ്പുറത്ത് ബസ് കിട്ടും. ബസ്സിന് കയറി ജന്തർ മന്ദിറിലേക്ക് പോയിട്ട് അവിടുന്ന് വൈകുന്നേരം ഇന്ത്യ ഗേറ്റ്. വേറെ പ്ലാനൊന്നും ഇല്ല ഇതുവരെ, നമുക്ക് നോക്കാം. ഈ മരത്തിന് ചോട്ടിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ അടിച്ചു വരട്ടാന്ന് തോന്നുന്നു. നല്ല മണം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ പോയേക്കാം ജന്തർ മന്ദിറിലേക്ക് പോകാം. ഇവിടുന്ന് ജന്തർ മന്ദിറിലേക്ക് 4-5 കിലോമീറ്റർ ഉണ്ടത്. ബസ്സുണ്ട്. ബസ് അല്ലെങ്കിൽ ഓട്ടോ എല്ലാം പിടിച്ച് പോകാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് വരാം. ഇവിടുന്ന് മൂലയ്ക്കത്ത് കാണാൻ നല്ല രസം കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ, ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല ലൊക്കേഷനാണ്. ഇവിടുന്ന് ഒരു കോർണറിൽ നിന്ന് വരുമ്പം നല്ല രസമാണ് കാണാൻ. അതിൻ്റെ പെയിൻറ്റും ഡിസൈനൊക്കെ ആയിട്ട് 4 സൈഡിൽ ഇതേപോലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. നടുക്ക് ഈ ഹുമയൂൺ ടോംബ്. 20 രൂപ ടിക്കറ്റ്. ക്യാമറയ്ക്ക് 25 രൂപ. സാറിന് ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപ. അപ്പം ഇവിടുന്ന് ഇനി ഇറങ്ങിയിട്ട് നമുക്ക് നേരെ പോയേക്കാം. നമ്മൾ ജന്തർ മന്ദിറിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെയുള്ള ഓൾഡ് ഫോർട്ട് പുരാണ ഹില്ല. ഇത് ഹുമയൂൺ ഉണ്ടാക്കിയ ഒരു പഴയൊരു ഓൾഡ് ഫോർട്ടാണ്. ജസ്റ്റ് കയറി കാണാൻ വിചാരിച്ചിറങ്ങിയതാണ്. ഓൾഡ് ഫോർട്ട്, ഇത് പുരാണ ഹില്ല എന്ന് പറയുന്നത്. ഏതായാലും എൻട്രൻസ് ഇവിടെയാണെന്ന് തോന്നുന്നു. ടിക്കറ്റിൻ്റെ കാര്യമൊന്നും അറിഞ്ഞുകൂടാ. മൊത്തം മഴ പെയ്ത് മൊത്തം വെള്ളമായി കിടക്കും കേട്ടോ. ഉള്ളിലോട്ട് കയറാനുള്ളത് നമുക്ക് നോക്കാം.
ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ. നേരെ കയറി ഇങ്ങ് പോന്നു. പണ്ടത്തെ ഒരു ഫോർട്ട്. ഉമ്മയൻ ഉണ്ടാക്കിയൊരു ഫോർട്ടാണ്. മൊത്തം കല്ല് വെച്ച്. ഇതൊക്കെ ഓരോ റൂം ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ ഫോർട്ടിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇങ്ങോട്ട് മസ്ജിദാണ്. പ്ലീസ് ഡു യുവർ ഷൂ ഹിയർ. ഇത് മസ്ജിദാണ് ഇവിടെ. ഇത്രയുള്ള സംഭവം കേട്ടോ. പിന്നെ ചുറ്റിനും കാണാമെന്ന് പറഞ്ഞാൽ അതപ്പുറത്ത് വെട്ട് കല്ല് കീറിയിട്ട് കുത്തിയെടുത്തേക്കുന്നതാണ് മൊത്തം. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഒരു പഴയൊരു ഫോർട്ട്. ഇതൊക്കെ ഓരോ റൂമുകളാണ്. റൂമുകൾ ഇപ്പോഴും ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഗേറ്റൊക്കെ നവീകരിച്ചായിരിക്കാം. എല്ലായിടത്തും ഇതുപോലെ 4 സൈഡിൽ റൂമുകളൊക്കെ ഉണ്ട്. ഇവിടെ ഫോർട്ട്. ഇതാണ് പുരാണ കില്ല, ഡൽഹിയിലെ ഓൾഡ് ഫോർട്ട് കേട്ടോ. നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്ന വഴിയായിരുന്നു നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഈ കല്ല് മോള് വശത്തുണ്ടോ വലിഞ്ഞങ്ങനെ പെട്ടെന്ന് ആരും കയറി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടാന്ന് തോന്നുന്നു. പിന്നെ കയറി കഴിഞ്ഞാൽ അതിൽ കൊണ്ട് കയറാൻ വേണ്ടി ആയിരിക്കാം. ഇതേപോലെ ഇങ്ങനെയുള്ള കല്ലൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി ഇടിഞ്ഞു പോകാൻ തോന്നട്ടെ. ഇതൊക്കെ ഓരോ റൂമുകളാണ്. ഇതെല്ലാം ഓരോരോ റൂമുകൾ, ചെറിയ ചെറിയ റൂമുകളാട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം ഈ ഓൾഡ് ഫോർട്ട്. ഇത് പുരാണ കില. ഇവിടുന്ന് ഏതായാലും നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് എത്തി നോക്കിയപ്പം 600 മീറ്ററേ കാണിക്കുന്നുള്ളൂ. എന്നാൽ പിന്നെ 600 മീറ്റർ മിനിമം വണ്ടി നോക്കിയ സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്ക്. അങ്ങനെ നമ്മൾ നടന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ. അവിടെയാണ് ഇന്ത്യ ഗേറ്റ്. നമ്മൾ ഒരു 2016-17 പ്രാവശ്യം വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം പുതിയ പാർലമെൻറ്റ് പണിത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. ഇവിടെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്. ഗാലറിയൊന്നും കയറുന്നില്ല, നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഖാൻ മാർക്കറ്റ്. ഇവിടുന്ന് നമുക്ക് റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് പോകല്ലേ. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിലോട്ട് ഇവിടെ തിരിയുന്നതിൻ്റെ അവിടെ തന്നെ കുറേ പിള്ളേരെല്ലാം ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ചെറിയൊരു പാർക്കാട്ടോ. ഇങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്തി. ഗോപ്രോ അവരെ സംബന്ധിച്ചുള്ള യൂട്യൂബ് അലൗഡ് അല്ലെന്ന് പറഞ്ഞു. പിന്നെ മൊബൈലിൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാട്ടോ മൊബൈലിൽ വീഡിയോ എടുത്ത് ക്യാമറ അതുകൊണ്ട് ഓഫാക്കി പോക്കറ്റിലിട്ടു. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ പുറവശമാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഇവിടെ നമ്മൾ പുറവശമാണ് ഇന്ത്യ ഗേറ്റിൻ്റെ. ഇവിടെ നേരെ മുന്നോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ഈ കട്ടയിലൊക്കെ ഉണ്ടോ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. 16th കാവൽറി, 7th കാവൽറി, 16th കാവൽറി. ഓരോ സോൾജേഴ്സിൻ്റെയും പേര് ഓരോ കല്ലയിൽ എഴുതിയിട്ടുണ്ട്. ഏകദേശം 13,000 പട്ടാളക്കാരുടെ പേര് ഈ ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ 1919 ബ്രിട്ടീഷുകാരും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. അന്ന് യുദ്ധത്തിൽ മരിച്ച 13,000 പട്ടാളക്കാരുടെ പേരാണ് ഈ വാർമോറിൽ എഴുതി വച്ചേക്കുന്നത്. ഈ നടുക്കോടെയുള്ള റോഡാണ് കർത്തവ്യപഥ്. അവിടെയാണ് നമ്മുടെ ഈ 26 ജനുവരിക്കും പിന്നെ
ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ മാർച്ച് പാസ്റ്റ് ഉണ്ടാകുന്നത്. രണ്ട് സൈഡിലും നല്ല പുൽത്തകടി ഉണ്ട് കേട്ടോ, ഇരിക്കാനൊക്കെ പറ്റിയ നല്ല പുൽത്തകടിയുണ്ട് രണ്ട് സൈഡിലും. നേരെ മുന്നിൽ കാണുന്നതാണ് രാഷ്ട്രപതി ഭവന്, അതിൻ്റെ സൈഡിലാണ് പഴയ പാർലമെൻറ്റ് ഉള്ളത്. കുറേ നേരം നടന്നുകൊണ്ടാന്ന് തോന്നുന്നു, നല്ല വിശപ്പായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് മൊമ്മോ കണ്ടത്. ഡൽഹിയിലൊക്കെ പല പല സൈസ് പല വെറൈറ്റി മൊമ്മോസ് ഉണ്ട് കേട്ടോ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ. നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇവിടെ എത്തിയതായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ പ്ലാന് ജന്തർ മന്ദിറും കൂടെ പോകാനായിരുന്നു. ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നുപോയി. അതുകൊണ്ട് ജന്തർ മന്ദിർ പ്ലാൻ ക്യാൻസലാക്കി. ജന്തർ മന്ദിറിന് മുമ്പ് പോയിട്ടുണ്ട്, അതുകൊണ്ട് അത് ആ പ്ലാൻ ക്യാൻസലാക്കി. ഡൽഹി വന്നു കഴിഞ്ഞാൽ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ, നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഏറ്റവും നല്ല ലൊക്കേഷൻ കേട്ടോ ഇന്ത്യ ഗേറ്റ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റിൽ നല്ല രസമാണ്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു അണ്ടർഗ്രൗണ്ട് പാസേജാണ്. അവിടെയാണ് ഒരു എന്നാ പറയണ്ടേ, എല്ലാ സ്റ്റേറ്റിൻ്റെയും ഒരു ഷോപ്പുണ്ട്. നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയുടെയൊക്കെ ഷോപ്പുണ്ട്. കേരള ഫുഡ് അവിടെ കിട്ടും, പൊറോട്ടയും മീൻകറിയും എല്ലാ സാധനവും കിട്ടുന്നതാണ്. ഇവിടെ എല്ലാ സ്റ്റേറ്റിൻ്റെ ഒരു കടയുണ്ട് കേട്ടോ, അവർ ഫുഡ് ഐറ്റംസ് കിട്ടുന്നൊരു കടയുണ്ട്. അതുകൊണ്ട് ചായയും ഡിന്നറെല്ലാം അവിടെ തന്നെയായിരുന്നു, കേരള ഭക്ഷണം തന്നെയായിരുന്നു. സമയം ഏകദേശം 9:10 മണി ആയിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ അന്നേരവും രാത്രി ആയാലും ഇന്ത്യ ഗേറ്റ് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഫാമിലിയായിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നവരും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും നമ്മൾ പുറത്ത് റോട്ടിലിറങ്ങി ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുവാണ്. ബസ് പിടിച്ചിട്ട് ഇനി നേരെ പോകുന്നത് റൂമിലേക്ക്. റൂം ചെന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ വേണം നമുക്ക് നൈനിതാളിലേക്ക് പോകാൻ.